നമസ്കാരം. ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷന് വേണ്ടിയായിട്ട് എൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ഉള്ളതല്ല, പ്രധാനമായിട്ട് നമ്മൾ എക്സാം ഹാളിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സാമിന് തലേ ദിവസം നമ്മൾ എക്സാമിലേക്ക് വേണ്ടിയായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴൊക്കെ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് എൻ്റെ വ്യക്തിപരമായ രീതിയിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് ഞാൻ എങ്ങനെ പാസ്സായി എന്നാണ് ഞാൻ പറയുന്നത്. പ്രധാനമായിട്ടും ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഇതേപോലെ ഒരു പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ഈ കാണുന്ന പോലത്തെ ഒരു പുസ്തകം. പിന്നെ വരുന്ന ആൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ്റെ ഒരു സോൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉള്ള ബുക്കാണ് ഈ ബുക്ക്. ഇത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ പരീക്ഷയ്ക്ക്. നിങ്ങൾക്ക് ഈ ബുക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഓൺലൈനിൽ നമ്മുടെ ഒരു 5 വർഷത്തെങ്കിലും മിനിമം എടുക്കുക. ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന 5 വർഷത്തെ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക, അതിന് ആൻസർ കീ എടുക്കുക. എടുത്തതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നീട് ഒരു വെള്ള പേപ്പർ എടുക്കുക. ഒന്നെങ്കിൽ OMR വാങ്ങിക്കാൻ കിട്ടും, OMR എടുക്കുക, അല്ലെങ്കിൽ വെള്ള പേപ്പർ എടുക്കുക. എന്നിട്ട് നിങ്ങളൊരു ടൈമർ സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു നിശ്ചയ സമയത്തിനകത്ത് വെച്ചിട്ട് ഈ പറയുന്ന ഒരു മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതായത് ആ ക്വസ്റ്റ്യൻസിനകത്ത് നിങ്ങൾ എത്രമാത്രം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കുക. നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് എത്ര വേണോ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും, പക്ഷേ അത് പാസ് മാർക്കിന് എബോവ് ആണെന്ന് ഉറപ്പുവരുത്തണം. അവിടെയാണ് രണ്ടാമത്തെ കാര്യം വരുന്നത്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴത്തേക്കും ചാടി കയറി 1, 2, 3 ഇങ്ങനെ വായിച്ച് ഓരോന്നും ഉത്തരം എഴുതി പോകാൻ ശ്രമിക്കാതെ ആദ്യം 1 തൊട്ട് 100 വരെ വിത്തിൻ്റെ ടൈമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഓപ്പൺ ചെയ്യാൻ പറ്റി, ബുക്കിലോട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റിയ ആ സമയം മുതൽ പിന്നീട് നിങ്ങൾ വായിക്കേണ്ടത് 1 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങൾ വായിച്ചിരിക്കണം. വായിച്ചതിന് ശേഷം ആ ഓരോ ചോദ്യങ്ങളിലും നിങ്ങൾ ഏത് സബ്ജക്റ്റിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് എന്നുള്ള കാര്യം മാർക്ക് ചെയ്യാൻ ശ്രമിക്കണം. അതായത് അത് വലിയമായിട്ട് മാർക്ക് ചെയ്യുക എന്നുള്ളതല്ല, ജസ്റ്റ് ചെറുതായിട്ട് ഒന്നെങ്കിൽ സിമ്പിൾ എന്തെങ്കിലും ഇടുക, അല്ലെങ്കിൽ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ CO എന്നോ അല്ലെങ്കിൽ CON എന്നൊക്കെ പറഞ്ഞിട്ട്, നമ്മളെ കോൺട്രാക്ട് ആണെങ്കിൽ CT എന്നോ CN CT അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടേതായ ഒരു മൈൻഡ്, ഞാൻ ഇന്നതായിരിക്കും കോഡ് വെക്കാൻ പോകുന്ന രീതിക്ക് വെച്ചിട്ട് ആ രീതിക്ക് ചെറുതായിട്ട് മൈന്യൂട്ടായിട്ട് അത് മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യൻ നമ്പറിന് താഴെയാണ്, അല്ലാതെ അതിനകത്ത് ആൻസർ മാർക്ക് ചെയ്യാനൊന്നും പോകരുത്. ഓക്കെ അല്ലേ? ഇത് ജസ്റ്റ് നമുക്ക് അറിയാൻ വേണ്ടി, നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചില ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എണ്ണം എടുക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ ടിക്കറ്റ് പോകാറുണ്ടല്ലോ, അതുപോലെ ചെയ്യുന്ന പരിപാടി മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നും നമ്മളത് ചെയ്യുന്നില്ല. ഈ രീതിയിൽ ചെയ്തു പോകും. ഞാനാണെങ്കിൽ സിമ്പിൾ യൂസ് ചെയ്യാൻ ഓർമ്മ, ഞാൻ എഴുതിയായിരുന്നു, അല്ല സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഒരു കോഡ് വെക്കേണ്ടി വരും സിമ്പിളിന് വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും വേണ്ട, ജസ്റ്റ് ഇത് മാർക്ക് ചെയ്ത് പോകാം. മാർക്ക് ചെയ്ത് പോകുന്ന സമയത്ത് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന സിലബസ് ആണ് ഈ ലേറ്റസ്റ്റ് സിലബസ് എന്ന് പറയുന്നത്. അതിനകത്ത് വെയിറ്റേജ് കൂടിയ വിഷയങ്ങളുണ്ട്. ഈ വെയിറ്റേജ് കൂടിയ വിഷയങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം അറിയാമോ? ആ പുസ്തകങ്ങൾ വേണം ഈ ബുക്കിൽ നമ്മൾ അടുക്കി വെക്കുമല്ലോ, അടുക്കി വെക്കുന്ന സമയത്ത് ഏറ്റവും ടോപ്പിൽ വെക്കേണ്ടത് വെയിറ്റേജ് കൂടിയ വിഷയങ്ങളായിരിക്കണം. ആ വെയിറ്റേജ് കൂടിയ വിഷയങ്ങൾ ആദ്യം വെക്കുക. എന്നിട്ട് നമ്മൾ ഈ പേപ്പർ നോക്കുമ്പോൾ അതിനകത്ത് ഒരു കാരണവശാലും ഓർഡറിലായിരിക്കത്തില്ല. ലാസ്റ്റ് തവണ അങ്ങനെ ആയിരുന്നു, എയിം 20 അങ്ങനെ ആയിരുന്നു, ഓർഡറിൽ ക്വസ്റ്റൻ അല്ലായിരുന്നു. അതായത് നിങ്ങളിപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റൻ ആണെങ്കിൽ അടുത്തത് BNSS ആയിരിക്കും, അടുത്ത കോൺട്രാക്ട് ആയിരിക്കും, അടുത്ത അഡ്വക്കേറ്റ്സ് ആക്ട് ആയിരിക്കും. ഓക്കെ, ആ രീതിയിൽ മിക്സഡ് ലെവൽ ക്വസ്റ്റൻ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം. അല്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു സെറ്റ് മൊത്തം കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അങ്ങനെയല്ല ക്വസ്റ്റ്യൻ വരുന്നത്. ക്വസ്റ്റ്യൻ മിക്സഡ് ആയിട്ടായിരിക്കും വരാൻ പോകുന്നത്. കഴിഞ്ഞ അങ്ങനെ ആയിരുന്നു, ഇപ്പോൾ ഇത്തവണ അതായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മുൻകൂട്ടി തയ്യാറാവുക. ഇതേപോലെ മാർക്ക് വെക്കുക. എന്നിട്ട് നിങ്ങൾ ഈ അടുക്കി വെച്ചേക്കുന്ന ബുക്കുകളിൽ എന്ത് ചെയ്യുക, ആദ്യം കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുക. എടുത്തതിന് ശേഷം അതിൻ്റെ ക്വസ്റ്റ്യൻ എല്ലാം അറ്റൻഡ് ചെയ്യുക. നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന നോക്കിയിട്ട് 1 മുതൽ ഇങ്ങനെ മറിച്ച് എല്ലാം അറ്റൻഡ് ചെയ്യുക. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റാൻഡമായിട്ട് കുറേ ക്വസ്റ്റ്യൻ കണ്ടുപോവുകയും ചെയ്യും. നമ്മൾ ക്വസ്റ്റ്യൻ കൂടാതെ വേറെ ക്വസ്റ്റ്യൻ കൂടെ വായിച്ച് പോകാം. നമ്മൾ ഒരുപാട് തവണ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യും, ഇത് ഇന്നടത്തല്ലേ എന്നുള്ള ചിന്തിക്കാൻ കൂടെ ആ ഒരു സാധനം കൂടെ വരും. അത് വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിനകത്ത് എന്താ ചെയ്യേണ്ടത്, ഇതേപോലെ ക്വസ്റ്റ്യൻ നോക്കുന്നു, ബുക്ക് നോക്കുന്നു, മാർക്ക് ചെയ്ത് പോകുന്നു. ഇതാണ് ആ ഒരു പരിപാടി ചെയ്യേണ്ടത്. ടൈമറിനകത്ത് നിർത്തിക്കൊണ്ട് ചെയ്യണം. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതെല്ലാം നമ്മൾ മേജർ ആയിട്ടുള്ള നിയമങ്ങളെല്ലാം ചെയ്തതിന് ശേഷം, മേജർ എന്ന് പറഞ്ഞാൽ വെയിറ്റേജ് കൂടിയ വിഷയങ്ങൾ ചെയ്തതിന് ശേഷം ഒരു ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ എത്ര മാർക്കിനാണ് ചോദിക്കുന്നത് നമുക്ക് അറിയാമല്ലോ അതിനകത്ത്. അപ്പോൾ ആ അത്രയും മാർക്കിനുള്ള ഏരിയ ആണെന്നുള്ളൊരു ഉറപ്പ് വരുത്തുക. ചിലപ്പോൾ നിങ്ങൾക്ക് സംശയമുള്ള ക്വസ്റ്റ്യൻസ് കാണാനകത്ത് നിങ്ങൾ മാർക്ക് ചെയ്തു, എന്നാൽ മാർക്ക് കിട്ടുമ്പോൾ സംശയമുള്ള ക്വസ്റ്റ്യൻസ് കാണാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ബാക്കിയുള്ള ആക്ടിലോട്ട് പോവുക. എസ്പെഷ്യലി അഡ്വക്കേറ്റ്സ് ആക്ടൊക്കെ പോലുള്ളതൊക്കെയാണ് എളുപ്പമുള്ള ക്വസ്റ്റൻ ആയിരിക്കും വരാൻ പോകുന്നത്. ഒരുപാട് പാടുള്ളത് വരാൻ സാധ്യതയില്ല. ഒരു കേസിലൊക്കെ വരും, എന്തായാലും അഡ്വക്കേറ്റ്സ് എന്ന കേസിലൊക്കെ വരും, കോൺസ്റ്റിറ്റ്യൂഷൻ കേസിലോ വരും. അപ്പം അങ്ങനെയാണ് സാധാരണ. പിന്നെ ലോജിക്കൽ ക്വസ്റ്റൻസ് കാണും. ലോജിക്കൽ ക്വസ്റ്റൻ എന്ന് പറയുന്നത് അത് അറ്റൻഡ് ചെയ്യാൻ ഇവിടെ ചെയ്യുക. അതാണ് ഞാൻ പറയാൻ കാര്യം. നിങ്ങൾ 1 മുതൽ 100 വരെ ക്വസ്റ്റൻ വായിക്കണം എന്ന് പറയാൻ കാര്യം. നിങ്ങൾക്ക് പുസ്തകം എടുക്കാതെ തന്നെ എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളത് കാണും. അപ്പോൾ ലോജിക്കൽ ക്വസ്റ്റൻസ് കാണും, നിങ്ങൾക്ക് കറങ്ങി കുത്താൻ പറ്റും. പുസ്തകമൊന്നും ആവശ്യമില്ല. ചില ക്വസ്റ്റൻസ് നിങ്ങൾ പഠിച്ച ഏരിയ എന്നായിരിക്കും, LP സമയത്ത് പഠിച്ച ഏരിയ ഡയറക്റ്റ് ക്വസ്റ്റൻസ് ആയിരിക്കും. അതായത് പുസ്തകം പോലും എടുക്കാൻ നിങ്ങൾക്ക് ഉറപ്പിച്ച് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ്. അങ്ങനെയൊക്കെ ഉള്ളത് വെറുതെ പുസ്തകം എടുത്ത് നിനക്കാൻ നിൽക്കരുത്. അതിന് മുന്നേ തന്നെ അത് മാർക്ക് ചെയ്ത് വിട്ടേക്കുക.